നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ഒറ്റപ്പാലം നഗരസഭയിലെ 4-ാം വാർഡിൽ വികസന മുരടിപ്പാണെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. ഒറ്റപ്പാലം നഗരസഭയിലെ 4-ാം വാർഡിലെ വികസന മുരടിപ്പ് എടുത്തു പറയുകയാണ് വാർഡിലെ കോൺഗ്രസ് പ്രതിനിധി രഞ്ജിനി. കാലങ്ങളായി CPM ഭരിക്കുന്ന വാർഡിൽ കുടിവെള്ളക്ഷാമം, തെരുവുനായ ശല്യം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ വാർഡിൽ ഉണ്ടെന്ന് വ്യക്തമാക്കുകയാണ് രഞ്ജിനി. ഇവിടെ കുറെ കാലങ്ങളായി CPM ഭരിക്കുന്ന ഫലമായിട്ട് ഒരുപാട് വികസന മുരടിപ്പ് ഉള്ളൊരു വാർഡാണിത്. റോഡിൻ്റെ ശോചനീയ അവസ്ഥ, കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാത്തതിൻ്റെ പേരിൽ കുടിവെള്ള ക്ഷാമം, സ്ത്രീകൾക്കും കുട്ടികൾക്കും കാൽനട യാത്രക്കാർക്കും വഴിയിലൂടെ നടക്കാൻ പറ്റാത്ത തരത്തിലുള്ള തെരുവുനായ ശല്യം, ഇതിനൊക്കെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞിട്ടും വാർഡ് മെമ്പർ കേട്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ജനിച്ചത് മുതൽ വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ലൈഫ് മിഷൻ വഴി വീട് വയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അവർ ഇന്നും 27 വർഷങ്ങളായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂടുതൽ വോട്ട് നൽകിയ വാർഡ് ആണെന്നും അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡ് കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്നും രഞ്ജിനി വ്യക്തമാക്കി. ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ MP ശ്രീകണ്ഠൻ 400 ഭൂരിപക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ നേടിയതും ഈ വാർഡിൽ നിന്ന് തന്നെയാണ്. ഇവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ തീർച്ചയായും ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായും ഈ മാറ്റങ്ങൾക്കെല്ലാം ഒരു അവസരം ഉണ്ടാവട്ടെ എന്നാണ് പറയാനുള്ളൂ. അർഹരായവർക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും കുടിവെള്ള പ്രശ്നം രൂക്ഷമാണെന്നും രഞ്ജിനി പറഞ്ഞു. അതുപോലെ തന്നെ SC-കാർക്ക് വേണ്ട ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അതായത് കുടിവെള്ള പദ്ധതിയൊന്നും ലഭിച്ചിട്ടില്ല. അതിന് വേണ്ട കടലാസും കാര്യങ്ങളൊക്കെ നമ്മൾ മുനിസിപ്പാലിറ്റി വക നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും മെമ്പറുടെ ഭാഗത്തു നിന്നും ഒരു ആനുകൂല്യങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുപോലെ കിടപ്പ് രോഗികൾക്ക് അവരുടേതായ ആനുകൂല്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്നും കിടപ്പ് രോഗികൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഉദാഹരണം, എൻ്റെ വീട്ടിൽ തന്നെ അച്ഛൻ 8 കൊല്ലം കടന്ന ഒരു വ്യക്തിയാണ്. അച്ഛന് ഇതുവരെ ഒരു ആനുകൂല്യങ്ങളും മെമ്പറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ കുടിവെള്ളം വരുന്നത് ചിലപ്പോൾ 1 മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞോ അല്ലെങ്കിൽ 2-3 മാസം കഴിഞ്ഞിട്ടൊക്കെ അതാണ് കുടിവെള്ളം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. ഇപ്പം ചേരിവെള്ളം ഉള്ളത് കൊണ്ട് പല സ്ഥലങ്ങളിലും വെള്ളം വരുന്നുണ്ട്. അത് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും ഈ വാർഡ്. അപ്പോൾ അതിന് വേണ്ട നടപടികളും കാര്യങ്ങളും ഒന്നും മെമ്പറുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല.